മലപ്പുറം തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. 48 കിലോ കഞ്ചാവാണ് RPFും എക്സൈസും ചേർന്ന് പിടികൂടിയത്. ചെന്നൈ മംഗളൂരു മെയിലിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു കഞ്ചാവ് പിടികൂടിയത്. ട്രെയിൻ മാർഗം വൻതോതിൽ ലഹരി ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് തിരൂർ RPFും തിരൂർ സർക്കിൾ എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് കണ്ടെത്തിയത്. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്ന് 48 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. അതേസമയം പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശനിയാഴ്ച രാവിലെ 6:30യോടെയാണ് സംഭവം. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് RPF SI സുനിൽ കുമാർ അറിയിച്ചു. പാലക്കാട് ഡിവിഷണൽ സെക്യൂരിറ്റി കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ക്രൈം പ്രിവെൻഷൻ ഡിറ്റക്ഷൻ സ്ക്വാഡും തിരൂർ എക്സൈസും തിരൂർ RPFും സംയുക്തമായി ട്രെയിനിൽ നടത്തിയ പരിശോധനയിലാണ് ഇത്രയും കഞ്ചാവ് കണ്ടെടുത്തിട്ടുള്ളത്. കേരളത്തിലേക്ക് നിരന്തരമായി കഞ്ചാവ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നിരന്തരമായി ഞങ്ങൾ വണ്ടിയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ കിട്ടുന്നത്. ട്രോളി ബാഗിലും ചെറിയ 3 ബാഗുകളിലുമായി 38 പൊതികളിലാക്കിയാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. ഈ മാസം മാത്രം തിരൂർ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ 63 കിലോ കഞ്ചാവാണ് പിടികൂടിയത്. ന്യൂസ് മലയാളം, മലപ്പുറം.